ഹായ് ഗെയ്സ്, എല്ലാവർക്കും സുഖമല്ലേ? പനി പിടിച്ച് ഒരാഴ്ചയായിട്ട് കിടപ്പിലായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഇന്നിപ്പോൾ എമിറേറ്റ്സ് ID എടുക്കാനുള്ള ഫിംഗർ പ്രിൻറ്റ് സ്കാനിങ്ങിന് പോവുകയാണ്. താമസസ്ഥലം ജസ്റ്റ് ഒന്ന് മാറിയായിരുന്നു. ഇപ്പോൾ കുറച്ച് കൂടുതൽ ദൂരമുണ്ട് നടക്കാൻ. ഈ കാണുന്ന ബ്രിഡ്ജ് കയറി വേണം ബസ് സ്റ്റോപ്പിലേക്ക് പോകാൻ. ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. എമിറേറ്റ്സ് ID ആയ ശേഷം മാത്രമേ ഡേറ്റ് ഓഫ് ജോയിനിങ് ആകുകയുള്ളൂ. അങ്ങനെ പാലം കയറി ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇവിടെ ഒരു മാളുണ്ട്. ആ മാളിൻ്റെ അടിയിലൂടെ വേണം ക്രോസ് ചെയ്യാൻ. റൂം മാറിയതുകൊണ്ട് കുറച്ച് ദൂരം അധികമുണ്ട് നടക്കാൻ. നേരത്തെ ആയിരുന്നെങ്കിൽ ഒരു 5 മിനിറ്റ് നടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് മുകളിൽ നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലെത്താൻ തന്നെ. രാവിലത്തെ ടൈമിൽ എപ്പോഴും റോഡിലും ബസ്സിലൊക്കെ നല്ല തിരക്കായിരിക്കും. എല്ലാവരും ജോലിക്ക് പോകുന്ന സമയമാണ്. ബസ് ഫുള്ള് തിരക്കായിരുന്നു. ഞാൻ മേളിലാണ് ഇരുന്നത്. നെറ്റില്ലാത്തതുകൊണ്ട് ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വെച്ചാണ് പോകുന്നത്. അങ്ങനെ മാപ്പിൽ പറഞ്ഞ പ്രകാരം ആദ്യത്തെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി രണ്ടാമത്തെ ബസ് കാത്ത് നിൽക്കുകയാണ്. രണ്ടാമത്തെ ബസ്സിൽ സീറ്റ് കിട്ടിയില്ല. കുറച്ച് നേരം നിൽക്കേണ്ടി വന്നു. ആ ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ നല്ല തിരക്കാണ്. 10:30 അപ്പോയിൻമെൻറ്റ് ടൈം. 9:15 തന്നെ എത്തി. അപ്പോൾ സമാധാനമായിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് പതിയെ റിലാക്സ് ചെയ്ത് പോകാമെന്ന് കരുതി. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് റോഡിൽ വന്ന് ടാക്സി നോക്കി നിന്നു. ടാക്സിക്ക് വേണം പോകാൻ. 1 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. ബസ് അങ്ങോട്ട് പോകില്ല. അങ്ങനെ കറക്റ്റ് സമയത്ത് ഇവിടെ എത്തിയല്ലോ എന്ന് ആശ്വസിച്ചിരുന്നപ്പോൾ അടുത്ത 8ൻ്റെ പണി കിട്ടി. ഫയലിനകത്ത് പാസ്പോർട്ടില്ല. ബാക്കി എല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ട്. പാസ്പോർട്ട് മാത്രം എടുത്തില്ല. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടമായിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക്. തിരിച്ച് ബസ് സ്റ്റോപ്പിൽ നിന്ന് എങ്ങനെ പോകണമെന്ന് പോലും അറിയാൻ പാടില്ലാതെ അവിടെ പകച്ചു നിന്നു. ഫോണിൽ നോക്കാൻ നെറ്റ് പോലും ഇല്ലായിരുന്നു. ഫയലിനകത്ത് പാസ്പോർട്ട് എടുത്ത് വെച്ചതായിരുന്നു. എന്തോ എടുത്ത കൂട്ടത്തിൽ മിസ്സായതാണ്. 2 മണിക്കൂർ അവർ സാവകാശം തന്നിട്ടുണ്ട്. ആ പോക്കാണ് പോകുന്നത്. അങ്ങനെ അലച്ചു തല്ലി മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോയിൽ കയറി. മെട്രോയിൽ വരുന്നതാണ് സേഫ്. നമുക്കാകെ 2 മണിക്കൂറേ ഉള്ളൂ. ബസ്സിൽ വന്നാൽ ട്രാഫിക് ആയിരിക്കും. അതുകൊണ്ടാണ് മെട്രോ യൂസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ സ്റ്റോപ്പിലെത്തി വേഗം ഇറങ്ങി. പുറത്ത് പോയി നോക്കുമ്പോൾ ഒരു ടാക്സി പോലും ഇല്ല. വെറുതെ നിൽക്കുവാണെങ്കിൽ ഇഷ്ടം പോലെ ടാക്സി വരും. നമുക്കൊരാവശ്യമായതുകൊണ്ട് ഇപ്പോൾ ഒരു ടാക്സി പോലും കിട്ടാൻ പോലും ഇല്ല. അങ്ങനെ 10 മിനിറ്റ് നിന്ന ശേഷമാണ് ഒരു ടാക്സി വന്നു കഴിഞ്ഞപ്പോൾ അടുത്ത പണി. എല്ലാ സിഗ്നലും റെഡാണ്. നമുക്കൊന്നും ക്രോസ് ചെയ്യാൻ ഒരു ഓപ്ഷനും ഇല്ല. ദുബായ് ടാക്സി ആയതുകൊണ്ട് ഷാർജ ബോർഡർ ക്രോസ് ചെയ്യാൻ എക്സ്ട്രാ പൈസ വേണ്ടി വരും. അതുകൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി. അതിനുശേഷം നടന്ന് ഷാർജയിൽ കയറി ഷാർജയിൽ നിന്ന് അടുത്ത ടാക്സി വിളിച്ചാണ് പോയത്. അങ്ങനെ വേഗം റൂമിലെത്തി പാസ്പോർട്ട് എടുത്തു. പാസ്പോർട്ട് ബെഡിലുണ്ടായിരുന്നു. രാവിലെ ഫയലിലേക്ക് വെച്ചപ്പോൾ എന്തോ മിസ്റ്റേക്ക് പറ്റി താഴെ പോയതാണ്. അങ്ങനെ അടുത്ത ടാക്സി എടുത്ത് ഷാർജ ദുബായ് ബോർഡറിൽ വന്നിറങ്ങി. അതിനുശേഷം ബസ് സ്റ്റോപ്പിൽ പോയി നിന്നു. കുറേ നേരം നോക്കി നിന്നിട്ടും ഒരു ടാക്സി പോലും നിർത്തിയില്ല. കുറേ ടാക്സിക്ക് കൈ കാണിച്ചു. അങ്ങനെ രക്ഷയില്ലാണ്ട് ബസ്സിൽ തന്നെ കയറേണ്ടി വന്നു. ഇനി 1 മണിക്കൂർ കൂടി ബാലൻസ് ഉള്ളൂ. എങ്ങനെ പോയാലും എത്തില്ല എന്ന് ഉറപ്പായി. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി മെട്രോയിൽ കയറി. ബസ്സിൽ പോയാൽ ട്രാഫിക് ആയിരിക്കും. മെട്രോയാണ് ഈ സമയത്ത് സേഫ്. എന്തായാലും നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ചെന്നു. കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. അങ്ങനെ ഒരു ദീർഘശ്വാസവും വിട്ട് ഞാനവിടെ നിന്ന് ഇറങ്ങി. റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കുടയെടുക്കാൻ മറന്നുപോയായിരുന്നു. എന്തായാലും ആ വെയിൽ സഹിച്ച് നടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് എത്തുന്നതിന് മുന്നേ പള്ളിയുടെ ഫ്രണ്ടിൽ കണ്ട ഒരു കാഴ്ചയാണിത്. ആദ്യം ഞാൻ വിചാരിച്ചു വെള്ളം ഒറിജിനലല്ലാന്ന്. അടുത്ത് ഞാൻ നോക്കിയപ്പോൾ മനസ്സിലായി വെള്ളം ഒറിജിനലാന്ന്. 2000-ലെങ്ങാണ്ട് പണി കഴിപ്പിച്ചാന്ന് തോന്നുന്നു. എന്ത് രസമല്ലേ കാണാൻ. എല്ലാവരും വരുന്നവർ ഇത് നോക്കിപ്പോവും. അങ്ങനെ ബസ്സിൽ കയറി മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. മെട്രോ സ്റ്റേഷൻ എത്താറായപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ സൈക്കിളുകളെല്ലാം ഇങ്ങനെ ലോക്കാക്കി വെച്ചേക്കുന്നത്. ഇവിടെ ജോലി ചെയ്യുന്നവരുടെ സൈക്കിളാകാനാണ് സാധ്യത. രാവിലെ ഒരു ചായ മാത്രമല്ലേ കുടിച്ചുള്ളായിരുന്നു. അതുകൊണ്ട് നല്ല വിശപ്പായിരുന്നു. ഞാൻ ആ സൈഡിൽ കൂടെ മെട്രോ സ്റ്റേഷനിൽ കയറുന്നതിന് മുന്നേ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കി ഒരു ഹോട്ടൽ കണ്ടെത്തി അവിടെ കയറി. അവിടെ നല്ല നാടൻ ചോറും കറികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ കറിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും ഞാൻ വയറ് നിറച്ച് അവിടെ ഇരുന്ന് കഴിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോയി. ഇവിടുന്ന് ഒരു ഒറ്റ മെട്രോ കയറിയാൽ നമ്മുടെ സ്റ്റോപ്പിൻ്റെ അവിടെ എത്തും. അവിടുന്ന് ഒരു ബസ്സും കയറിയാൽ റൂമിലെത്തി. പറഞ്ഞപ്പോൾ അത്ര സിമ്പിളായിട്ട് കഴിഞ്ഞെങ്കിലും ഒരു അരമണിക്കൂർ മുകളിലുള്ള ഈ മെട്രോ യാത്ര ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം നമ്മുടെ സ്ഥലത്തെത്തി. 10 മിനിറ്റ് താമസിച്ചാണ് ബസ് വന്നത്. ഓണമായിരുന്നാൽ എല്ലാ കടയുടെ മുന്നിലും ഇങ്ങനത്തെ ഒരു ബാനർ ഇരിക്കുന്നത് കാണാം. അങ്ങനെ 10 മിനിറ്റ് അവിടെ ഇരുന്നപ്പോഴേക്കും ബസ് വന്നു. അങ്ങനെ ഫൈനലി ബസ്സിൽ കയറി. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നടക്കുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ സങ്കടം വരും. കുടയെടുക്കാൻ മറന്നുപോയായിരുന്നു. ആദ്യം കയ്യിലുണ്ടായിരുന്നു കുട. രണ്ടാമത് പാസ്പോർട്ട് എടുക്കാൻ പോയപ്പോഴാണ് കുട മിസ്സായത്. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തി ബസ്സിൽ നിന്ന് ഇറങ്ങി നടന്നു. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ ഇപ്പോൾ ഒമാനിലാണ്. അവൻ്റെ വിസ പുതുക്കാൻ വേണ്ടി അവൻ പോയിരിക്കുകയാണ്. പോയിട്ട് ഇപ്പോൾ 2 ദിവസമായി. ഞങ്ങൾ താമസിക്കുന്നത് അൽനാദ ഷാർജയിലാണ്. ഞാനും എൻ്റെ വൈഫും കൂടിയാണ് താമസിക്കുന്നത്. ദുബായിലെ വെച്ച് നോക്കുമ്പോൾ ഷാർജയിൽ കുറച്ച് റെൻറ്റ് കുറവുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ നേരെ മാളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഈ കാണുന്ന ഫ്ലൈ ഓവറിൻ്റെ അപ്പുറമാണ് താമസം. ഭാഗ്യത്തിന് ഫ്ലൈ ഓവറിൻ്റെ 2 സൈഡിലെ ലിഫ്റ്റ് വർക്കിംഗ് ആയിരുന്നു. അതുകൊണ്ട് ഒരുപാട് നടക്കാതെ കഴിച്ചു. അങ്ങനെ ഫൈനലി നമ്മുടെ സ്ഥലത്തെത്തി.